എന്തായാലും ഈ വഖഫ് നിയമ ഭേദഗതി ബിൽ നിയമമായിരിക്കുകയാണ്. രാഷ്ട്രപതി ഒപ്പുവെച്ചു. ഇത് പോരാട്ട വഴിയിലെ ആദ്യ വിജയമെന്നാണ് മുനമ്പം പള്ളി വികാരി ഫാദർ ആന്റണി സേവ്യർ പറയുന്നത്. റവന്യൂ അവകാശം പുനഃസ്ഥാപിക്കും വരെ ഈ സമരം തുടരുന്നതായിരിക്കും. ബിൽ അവതരിപ്പിച്ച കേന്ദ്രമന്ത്രി തന്നെ മുനമ്പത്തെത്തുന്നത് സന്തോഷമെന്നും ബില്ലിനെ എതിർക്കുന്നവർ കോടതിയിൽ പോകാൻ അവകാശമുണ്ടെന്നും മുനമ്പംകാർ വ്യക്തമാക്കുന്നു. വഖഫ് നിയമ ഭേദഗതി ബില്ല് ലോക്സഭയും രാജ്യസഭയും കടന്ന് രാഷ്ട്രപതിയുടെ അംഗീകാരവും ഇപ്പോൾ കിട്ടിയിരിക്കുകയാണ്. മുനമ്പത്താണ് ഉള്ളത്. മുനമ്പം സമരസമിതി ഉൾപ്പെടെയുള്ള ആളുകൾ വലിയ പ്രതീക്ഷയിലാണ് അല്ലേ? നിങ്ങളെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും പ്രതീക്ഷയിലാണ്. കാരണം ഇപ്പോൾ ഹൈക്കോടതിയിലെ കേസുണ്ട്, അതുപോലെ വഖഫ് ട്രൈബ്യൂണലിലും കേസുണ്ട്. അതെല്ലാം നാളെ വീണ്ടും വരികയാണ്. ഈ ഒരു അവസരത്തിൽ വഖഫ് ഭേദഗതി ബില്ല് പാസ്സായിരിക്കുകയാണ്. അതിപ്പോൾ ഒരു നിയമമായിട്ട് വന്നിട്ടുണ്ട്. ഇനി രാഷ്ട്രപതി അത് ഒപ്പുവയ്ക്കുകയും ചെയ്തു. അപ്പോൾ ഓൾറെഡി അത് നിയമമായി ഇനി അത് ഗസറ്റിൽ അവർ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. അതിനുശേഷം ഞങ്ങൾ ഈ ദിവസങ്ങളിൽ വീണ്ടും ഒരുമിച്ച് കൂടി ഇനി എങ്ങനെ മുന്നോട്ട് പോകണം എന്ന കാര്യങ്ങൾ ഞങ്ങൾ ചർച്ച ചെയ്യുന്നതായിരിക്കും. മുനമ്പത്തെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറേ നാളുകളായി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രക്ഷോഭത്തിലായിരുന്നു, സമരത്തിലായിരുന്നു. അപ്പോൾ ഇത്തരം ഒരു സമരങ്ങൾക്ക് ഇപ്പോൾ നിയമമായതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ആശ്വാസമാകുന്നു എന്നാണ് തന്നെയാണോ? കാര്യങ്ങൾ സന്തോഷകരമായ ഒരു അവസ്ഥയിലാണ്. ഞങ്ങളുടെ പോരാട്ടത്തിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പാണെന്ന് ഇത് കരുതാൻ സാധിക്കും. കാരണം ഞങ്ങളുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ഞങ്ങളുടെ റവന്യൂ അവകാശം പുനഃസ്ഥാപിക്കുക, വഖഫിൻ്റെ ആസ്തി പട്ടികയിൽ നിന്ന് ഞങ്ങളുടെ സ്ഥലങ്ങൾ മാറ്റിയെടുക്കുക എന്നതാണ്. അത് കിട്ടുന്നവർ ഞങ്ങളുടെ സമരം മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെ മുനമ്പത്തേക്ക് എത്തുന്ന ഒരു അഭിനന്ദൻ സഭ എന്ന നിലയിൽ കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. വരുന്ന 9-ാം തീയതി ബുധനാഴ്ച വൈകിട്ട് 4 മണിക്കുമാണ് മൈനോറിറ്റി മിനിസ്റ്റർ കിരൺ റിജു, അതുപോലെ ജോർജ് കുര്യൻ, ഇവരെല്ലാവരും ഇവിടെ വരുന്നുണ്ട്. അത് ഞങ്ങളെ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഒത്തിരി സന്തോഷം നൽകുന്ന കാര്യമാണ്. കാരണം ഈ വഖഫ് ഭേദഗതി ബില്ല് പാർലമെൻറ്റിൽ അവതരിപ്പിച്ച മിനിസ്റ്റർ തന്നെ ഇവിടെ നമ്മുടെ സമരപന്തലിലേക്ക് കടന്നു വരികയും, അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കറിയാൻ പറ്റിയ അത്ര വലിയ സപ്പോർട്ട് നമുക്ക് ഉണ്ടെന്നുള്ളതും. നിയമപോരാട്ടം ഉണ്ടാകും എന്നാണ് മറ്റ് കക്ഷികൾ ഒക്കെ തന്നെ പറയുന്നത്. അവർ കോടതിയിലേക്ക് പോവുകയാണ്. അതിനെ എങ്ങനെയാണ് കാണുന്നത്? തീർച്ചയായിട്ടും അവർക്കത് പോകാനുള്ള സ്വാതന്ത്ര്യം അവർക്ക് എപ്പോഴും ഉണ്ട്. പക്ഷേ നമുക്കറിയാം, നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ എന്നും നമ്മുടെ കൂടെ നിയമങ്ങളും അതോടൊപ്പം തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ എല്ലാം നമ്മുടെ കൂടെയുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ വിജയിക്കുക തന്നെ ചെയ്യും. എന്താണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം മുനമ്പത്തിൻ്റെ ഒരു ഞങ്ങൾ പ്രതീക്ഷയോടുകൂടിയാണ് കാണുന്നത്. കാരണം ഇത്രയധികം പ്രതിസന്ധികളുണ്ടായിരുന്ന സമയത്ത് നേതൃത്വ സ്ഥാനത്തേക്ക് വന്ന് കാര്യങ്ങൾ ഏറ്റെടുത്ത് സംസാരിക്കാൻ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പോൾ വലിയധികം പ്രതീക്ഷയിലാണ്. ഇപ്പോഴത്തെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ തീരുമാനങ്ങൾ അനുകൂല ഘടകമായി തീരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഞങ്ങൾ മുപ്പത്തളം സെയിൻറ്റ് ജോൺസ് ഇടവകക്കാരാണ്. ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇന്നേ ദിവസം ഇവിടെ എത്തിയിരിക്കുന്നത്. പേടി കൂടാതെ ഞങ്ങൾ മുപ്പത്തടത്ത് ജീവിക്കുന്നു. ഞങ്ങൾക്ക് സ്വന്തമായിട്ട് വീടും സ്ഥലവും ഒരു നല്ല ഉറപ്പിൽ ഞങ്ങൾ ജീവിക്കുന്നു. പക്ഷേ മുൻപത്തെ കുടുംബങ്ങൾ ഇപ്പോഴും പേടിയിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അതാണ് ഇവരും പങ്കുവയ്ക്കുന്നത്. ഇപ്പോൾ സമരം 176ാമത്തെ ദിവസമാണ്. സമരം തുടരും എന്നാണ് അവർ പറയുന്നത്. എന്തായാലും ഈ പോരാട്ട വഴിയിൽ കണ്ടിട്ടുള്ള ആദ്യ വിജയമാണ് ഈ ഒരു നിയമ ഭേദഗതി ബിൽ പാസ്സായതോടുകൂടി ഉണ്ടായിരിക്കുന്നത്. ഇനിയുമേറെ മുന്നോട്ട് പോകാനുണ്ട് എന്നാണ് മുനമ്പം ജനത വ്യക്തമാക്കുന്നത്.